അലക്സ് റൂമിലേക്ക് കയറി വന്നതും ഡോറടച്ചതും കട്ടിലിനടിയിൽ കിടന്ന പായ എടുത്ത് നിലത്ത് വിരിച്ചതും റൂമിലെ വെട്ടം കിടന്നതും ഒക്കെ വാവ അറിയുന്നുണ്ടായിരുന്നെങ്കിലും കണ്ണുകൾ തുറന്നില്ല. റൂമിൽ അവൻ കിടക്കുന്നത് കൊണ്ട് യാതൊരു ഭയവും തോന്നിയതുമില്ല. വല്ലാത്തൊരു ധൈര്യമാണ് ആ സാമീപ്യം. പക്ഷേ അത് തുറന്ന് സമ്മതിക്കാൻ വാവയുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അത്രയും വലിയ സൗകര്യങ്ങളിൽ ജീവിച്ചിട്ട് ഇവിടെ വന്ന് തങ്ങൾക്ക് വേണ്ടി കിടക്കാനും മാത്രം അത്രയ്ക്കും ഇഷ്ടമാണോ ഇയാൾക്ക് ചേച്ചിയെ? ഇടയ്ക്കൊക്കെ എഴുന്നേറ്റിരുന്ന് കൊതുകിനെ കൊല്ലുന്ന ശബ്ദം കേൾക്കാം. ഉറക്കം വരാതെ വാവ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അലക്സ് ഉറങ്ങി എന്ന് തോന്നിയപ്പോൾ വാവ മെല്ലെ പുതപ്പ് നീക്കി നോക്കി. അരണ്ട വെളിച്ചത്തിൽ അവന് ചുറ്റും കൊതുകുകൾ വട്ടമിട്ട് മൂളുന്നുണ്ട്. എഴുന്നേറ്റൊരു കൊതുക് തിരിയെടുത്ത് കത്തിച്ചു വെച്ചു തിരികെ കയറി കിടന്നു. കണ്ണുകളടച്ചു കിടന്നവൻ്റെ ചുണ്ടിൻ്റെ കോണിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. രാവിലെ വാവയുണരുമ്പോൾ വേദു അരികിലില്ല. അലക്സിനെ ഓർത്തപ്പോൾ നോട്ടം നിലത്തേക്കായി. അലക്സിനെ നിലത്ത് കാണാതായപ്പോൾ പുതപ്പ് നീക്കി ധൃതിയിൽ എഴുന്നേറ്റു. രാഗി അടുക്കളയിൽ തകൃതിയായി ജോലി ചെയ്യുന്നത് കണ്ട് കണ്ണും മിഴിച്ചൊന്നൂടെ നോക്കി. ഉപ്പേതാ പഞ്ചസാര ഏതാ എന്നറിയാൻ നാവിൽ തൊട്ട് നോക്കുന്നവളാണ്. അടുക്കളപ്പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കേട്ടു വേദുവിൻ്റെ സംസാരവും ചിരിയും. അവൾക്ക് ഇത്രയും ശബ്ദമുണ്ടായിരുന്നോ? അവൾ ഇങ്ങനെ ചിരിക്കുമായിരുന്നോ? ഇല്ല, ഓർമ്മ വെച്ച നാൾ മുതൽ കണ്ടിട്ടില്ല. എല്ലാത്തിനും വിലക്കായിരുന്നു. തൊടിയിലൂടെ അലക്സിൻ്റെ കൈ പിടിച്ച് നടക്കുന്ന വേദു എത്ര പെട്ടെന്ന് അവർ കൂട്ടായത്. അലക്സും അവളോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നു. വാവയെ കണ്ടപ്പോൾ വേദു അലക്സിൻ്റെ കൈ വിട്ടു. അവളിൽ ചെറിയൊരു ഭയം. പെട്ടെന്ന് വേദു കൈ അയച്ചപ്പോൾ അലക്സും വേദുവിനെ നോക്കി. വേദു നോക്കുന്നിടത്തേക്ക് നോക്കിയപ്പോൾ വാവയെ കണ്ട് അലക്സ് മുന്നേ നടന്നു. വാവ തിരിഞ്ഞ് ബ്രഷും പേസ്റ്റും എടുത്തു പല്ല് തേച്ചുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. വാവേ! അകത്തു നിന്നും അമ്മാവൻ്റെ കടുത്ത സ്വരം കേട്ടപ്പോൾ വായിലെ പത തുപ്പിക്കളഞ്ഞ് വീണ്ടും പല്ലുരച്ചു. വേദുവിന് ഭയമേറി. എടി വാവേ, ഏതവനെയാടി നീയൊക്കെ കൂടെ വീട്ടിൽ കയറ്റി വെച്ചിരിക്കുന്നത്? രാഗി ഓടിച്ചെന്ന് തടയാൻ ശ്രമിച്ചു. അമ്മ നടുവുളുക്കി കിടക്കുവാണ്. ഇനി അച്ഛനും കൂടെ വേണോ? എനിക്കങ്ങും മേല. അലക്സിൻ്റെ കൈക്കരുത്തിൽ തൂക്കി എറിയുകയുള്ളൂ. ഒരുത്തനെ റൂമിൽ കയറ്റി ചേച്ചി അനിയത്തിയും കൂടെ കൊള്ളാലോ. പറഞ്ഞു കഴിഞ്ഞാണ് ഒരു വശത്ത് നിൽക്കുന്ന അലക്സിനെ കണ്ടത്. ഇതൊന്നും ശ്രദ്ധിക്കാതെ കയ്യിലെ മണ്ണ് തട്ടിക്കളയുവാണ്. ഡാ, നീയോ? വൈകി എവിടെയാടാ? നിന്റെ ഒപ്പമല്ലേ അവള് വന്നത്? നീ അവളെ കൊണ്ട് വിറ്റോ? ഇതുങ്ങളെയും കൊണ്ടുപോകാനാണോ നീ വന്നേ? ടപ്പേന്നൊന്ന് പൊട്ടി. മറുകരണത്തിനിട്ടും കൊടുത്തു അതുപോലെ ഒന്ന്. മോഹനൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് പിന്നിലേക്ക് തള്ളി. പിന്നിൽ നിന്ന് രാഗിയെയും മറിച്ച് അച്ഛനും മോളും കൂടെ നിലത്ത്. വാവ വായിൽ വെള്ളം കൊണ്ട് നീട്ടിത്തുപ്പി. അലക്സ് മുണ്ടുമടക്കി കുത്തി. മൂന്നൊന്ന് ഇറങ്ങിക്കോണം ഇവിടെ നിന്നും. കുനിഞ്ഞ് മോഹനന് നേരെ വിരൽ ചൂണ്ടി അലക്സ് പറഞ്ഞു. ഞങ്ങൾ എവിടെ പോവാനാ? മോഹനന് ചെറിയ ഭയമൊക്കെ തോന്നി തുടങ്ങി. ഇന്ന് ഞാൻ എൻ്റെ പിള്ളാരെയും കൊണ്ട് ഇറങ്ങുവാ. മുഖത്തെ വെള്ളം കൈകൊണ്ട് വടിച്ചു കളഞ്ഞ് വാവ അലക്സിനെ നോക്കി. ശേഷം അകത്തേക്കും. പിന്നാലെ വേദുവും. ഈ വീട് വൈകയ്ക്കും വാവയ്ക്കും വേദുവിനും ഉള്ളതാ. അവരുടെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണ്. ചേച്ചി, ചായ കൊടുത്തായിരുന്നോ? മുഖത്തെ വെള്ളം തോർത്തിലൊപ്പിക്കൊണ്ട് വാവ ചോദിച്ചു. ആർക്ക്? അത് അയാൾക്ക്. ചേച്ചി, നമുക്ക് വൈകച്ചിയുടെ അടുത്ത് പോകാം. അവിടെ ഒത്തിരി പേരുണ്ടെന്ന്. നിനക്ക് പോകണോ വേദു? ചേച്ചിയും വരുമോ? ചേച്ചിയും വരും വേദു. അകത്തേക്ക് കയറി വന്നുകൊണ്ട് അലക്സ് പറഞ്ഞു. അവയൊന്നും മിണ്ടിയില്ല. നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുമോ? അലക്സ് ആദ്യമായി ഇരുവരോട് യാചനയോടെ ചോദിച്ചു. വാവ ഇനി തന്നെ കേൾക്കും എന്നൊരു ഉറപ്പായിരുന്നു അപ്പോൾ അവനിൽ. വൈകിയെ ആദ്യമായി കണ്ടത്, അവളോട് തോന്നിയ അനുരാഗം, തൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞത്, വൈകിയുടെ പ്രതികരണം, തൻ്റെ ജീവിതം, ജനിയുമായുള്ള വിവാഹം, കേസ്, കോടതി എല്ലാം പറഞ്ഞപ്പോൾ വാവ മറ്റെങ്ങോ നോക്കി പെട്ടെന്ന് തൻ്റെ മിഴികൾ തുടച്ചു. ഇനി പറ, ഇനിയും വരില്ലേ നിങ്ങൾ? വേദു വാവയെ നോക്കി. ഇച്ചായൻ എൻ്റെ ചേച്ചിയെ പൊന്നുപോലെ നോക്കുമെന്നറിയാം. പാവ ഒരു പൊട്ടി. വാവ പറയുമ്പോൾ അലക്സ് നേർമയായൊന്ന് ചിരിച്ചു. ശരിയാണ്, സന്തോഷം എന്താണെന്ന് ഈ ജീവിതത്തിൽ ആ പാവം അറിഞ്ഞിട്ടില്ല. ഓർമ്മ വെച്ച കാലം മുതൽ കഷ്ടപ്പാടാണ്. വല്ലപ്പോഴും ഒക്കെ ഒന്ന് കൊണ്ട് കാണിച്ചാൽ മതി. അതുപോരാ, ഭാവിക്ക് വരാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വൈകിയെയും കുട്ടി ഇവിടേക്ക് താമസമാക്കും. ഇച്ഛായ, അതെ,
ഇച്ചായൻ തന്നെയാ. നിങ്ങളോട് പറയാനുള്ള അവകാശം ഇച്ചായനുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇച്ചായൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലേ? വാവ മെല്ലെ മൂളി. എങ്കിലെടുക്കാനുള്ളതൊക്കെ എടുത്തു വയ്ക്ക്. ഭേദു അപ്പോൾ തന്നെ അലമാര തുറന്ന് തൻ്റേതായിട്ടുള്ളതൊക്കെ എടുത്തു. അല്പം മടിച്ചാണേലും വാവയും തൻ്റെയൊക്കെ എടുത്തു. വൈകിയുടെ എല്ലാം എടുക്കുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ദേഷ്യത്തിൽ ചേച്ചിയുടെ തുണിയൊക്കെ വലിച്ചു വാരി എറിയുമ്പോൾ അതിൽ നിന്നൊരു ഹാൻഡ് പാൻറ് വീണത് എടുത്തു നോക്കുമ്പോൾ അതിൽ അലക്സ് എന്ന് ചെറുതായി എഴുതി വെച്ചിരുന്നു. വീണ്ടും അതെടുത്ത് ചേച്ചിയുടെ തുണിക്കിടയിൽ വെച്ചിരുന്നു വാവ. കട്ടിലിരിക്കുന്ന അലക്സിന് മുന്നിലേക്ക് അതെടുത്ത് നീട്ടി. ഇത് ഇച്ചായൻ്റെ ആണോ? ഇത് കയ്യിൽ വാങ്ങിക്കൊണ്ട് അലക്സ് അത് നോക്കി ചോദിച്ചു. ചേച്ചിയുടെ തുണിക്കിടയിൽ സൂക്ഷിച്ചിരുന്നതാ. വൈകിയോ? വിശ്വാസം വരാത്തതുപോലെ അലക്സ് ചോദിച്ചു. നിങ്ങൾ ഡ്രസ്സ് മാറ്റി വാ, ഞാൻ പുറത്തുണ്ടാകും. ആ ഹാൻഡ് ബാൻഡ് കയ്യിലേക്ക് കയറ്റിയിട്ടുകൊണ്ട് അലക്സ് പുറത്തേക്ക് ഇറങ്ങി നിന്നു. ഇറങ്ങാൻ നേരം മോഹനൻ്റെ മുഖം കടുത്തു. നാളെ തന്നെ ഇറങ്ങിക്കോണമെന്ന് അലക്സ് ഇറങ്ങുമ്പോൾ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചു. ബിന്ദു ചേച്ചിയോട് സുരേഷ് ഏട്ടനോടും വാവ ഓടിച്ചെന്ന് പറയുമ്പോൾ വിച്ചു വല്ലായ്മയോടെ വാവയെ നോക്കി. ബിന്ദു ചേച്ചിക്ക് സന്തോഷമായിരുന്നെങ്കിൽ സുരേഷ് ഏട്ടന് മനസ്സ് നിറയെ ആദിയായിരുന്നു. പെൺകുട്ടികളാണ്. രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു വൈക. ഈ വീട്ടിലെ രീതികളൊന്നും അറിയില്ല. ഇന്ന് രാവിലെ അലക്സ് വിളിക്കുമെന്ന് കരുതിയെങ്കിലും ഉണ്ടായില്ല. ഏറെ നേരം ഫോണിലേക്ക് നോക്കിയിരുന്നു. വിളിക്കണമെന്നും എന്നാൽ മനസ്സിൻ്റെ പാതി വിളിക്കരുതേ എന്നും അപ്പോഴും ആഗ്രഹിച്ചിരുന്നു. എന്ത് സംസാരിക്കാനാണ്? കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ഓടി വന്ന് ഫോണിൽ നോക്കി. വിളിച്ചിട്ടില്ല. ഇന്നലെ ഫോൺ തിരികെ കൊണ്ടു കൊടുക്കുമ്പോൾ കയ്യിൽ സൂക്ഷിക്കാൻ വല്യമ്മച്ചി തന്നെയാണ് പറഞ്ഞത്. ഇടയ്ക്ക് അന്നമ്മച്ചി വന്ന് വിളിച്ചെങ്കിലും താഴേക്കിറങ്ങണ്ട എന്ന അലക്സിൻ്റെ വാക്കുകൾ ഓർത്തു. ഏഞ്ചലും സെലിനും വല്യമ്മച്ചിയും റൂമിലേക്ക് കയറി വന്നപ്പോൾ അന്നമ്മച്ചി 4 പേർക്കും കഴിക്കാൻ അവിടേക്ക് എത്തിക്കുകയും നിർബന്ധിച്ച് വൈകിയെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്തു. ഏഞ്ചലും സെലിനും എന്തൊക്കെയോ ചോദിക്കുന്നു. മുക്കിയും മൂളിയും വൈക മറുപടി പറയും. അന്നമ്മച്ചിയുടെ ആങ്ങള ജോയിയുടെ ഭാര്യയുടെ അനിയത്തിയുടെ മകളാണ് സെലിൻ. വലിയ കാര്യമാണ്. അവളോട് കുറച്ച് ദിവസം നിൽക്കാൻ അന്നമ്മച്ചി തന്നെയാണ് നിർബന്ധിച്ച് കൂടെ കൂട്ടിയത്. താഴെ ഒരു കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഇച്ചായൻ എന്ന് പറഞ്ഞ് ഏഞ്ചൽ മുന്നേ ഓടി. പിന്നാലെ സെലിനും. വൈക വല്യമ്മച്ചിയെ നോക്കിയപ്പോൾ ചെല്ലാൻ പതിയെ പറഞ്ഞു. പിന്നെ താഴേക്കൊരു ഓട്ടമായിരുന്നു. ഇരുവരെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറ്റുന്ന അന്നമ്മച്ചി. കണ്ണുകൾ നിറച്ച് വൈകി അവിടെ തന്നെ നിന്നുപോയി. ചേച്ചി! ഭേദു ഓടി വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ വൈക മടിച്ചു നിൽക്കുന്ന വാവയുടെ നേരെ തൻ്റെ വലത് കൈ നീട്ടി. കരഞ്ഞുകൊണ്ട് ഓടി വന്ന് വാവ വൈകിയുടെ കൈക്കുള്ളിൽ ഒതുങ്ങി. എബി പറയുമ്പോഴാണ് വൈകിയുടെ ഇളയതാണ് വാവ എന്ന അന്നമ്മച്ചിയും അപ്പച്ചനും അറിയുന്നത്. സ്റ്റെയർകേസിന് താഴെ നിൽക്കുന്ന എബിയിലേക്ക് വാവയുടെ നോട്ടം എത്തിയപ്പോൾ എബി മുഖം തിരിച്ചു. വാവയ്ക്കെന്തോ വല്ലായ്മ തോന്നി. ഞാനും കൂടെ. വാവയ്ക്കും ഭേദുവിനും ഇടയിലൂടെ നുഴഞ്ഞു കയറി ഏഞ്ചലും വൈകിയുടെ കൈക്കുള്ളിലേക്ക് ഒതുങ്ങി. എല്ലാവരിലും അതൊരു ചിരി പടർത്തി. വൈക മുഖം ഉയർത്തി നോക്കുമ്പോൾ കണ്ടു തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന അലക്സിനെ. വൈക നോക്കിയപ്പോൾ അവൻ കണ്ണൊന്ന് ഇറുക്കി കാണിച്ചു. അലക്സ് അകത്തേക്ക് കയറുന്ന കൂടെ ഇരുവരുടെയും ബാഗും കൂടെ എടുത്തു. എബി ഇച്ചാൻ്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി അകത്തെ റൂമിൽ കൊണ്ടുവച്ചു. അലക്സ് നേരെ റൂമിലേക്ക് കയറിപ്പോയി. ഫ്രഷായി കയറി കിടന്നു. ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല. ഏഞ്ചലെ, പിള്ളേർക്ക് മുറി കാണിച്ചു കൊടുക്ക്. അന്നമ്മച്ചി പറഞ്ഞപ്പോൾ ഏഞ്ചൽ ഇരുവരെയും റൂമിലേക്ക് കൂട്ടി. പോകുന്ന പോക്കിൽ വാവ എബിയെ ഒന്ന് നോക്കിയെങ്കിലും സെലിനെ നോക്കി എന്തോ കണ്ണുകൾ കൊണ്ട് കാണിക്കുന്നു. സെലിനെ നോക്കിയപ്പോൾ സെലിനും എന്തൊക്കെയോ കാണിക്കുന്നു. ഏഞ്ചൽ തന്നെയും സെലിനെയും ഇരുവർക്കും പരിചയപ്പെടുത്തുന്നുമുണ്ട്. സെലിൻ പോയി കഴിയുമ്പോൾ ഞാനും നിങ്ങളുടെ കൂടെയാ, ഏഞ്ചൽ ആവേശത്തോടെ പറഞ്ഞു. മുകളിൽ 3 റൂമേ ഉള്ളൂ. 2 ഇച്ചായന്മാരും ഓരോ റൂം എടുത്തു. 1 വല്യമ്മച്ചിയുടെയും. വല്യമ്മച്ചി പോകുമ്പോൾ നമുക്ക് ആ റൂമിലേക്ക് മാറാം. ഏഞ്ചൽ കണ്ണും നിറുക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ വൈകേച്ചിയുടെ കൂടെ കിടന്നോളാം. ഇവിടെയാണോ വൈകേച്ചി കിടക്കുന്നത്? ഇച്ചേച്ചി ഇച്ചായനൊപ്പം ആവേതു. വൈകിയുടെ നെഞ്ചൊന്നാളി. തൻ്റെ അനുജത്തിമാർ തന്നെ ഒരു മോശ സ്ത്രീയായി കരുതുമോ? വേദുവിൻ്റെ മുഖത്തൊരു പക്കപ്പാണ്. ഭാവ ഒന്നും ശ്രദ്ധിക്കാത്തതുപോലെ നിന്നു. അറിയാത്തൊരു സ്ഥലത്ത് പെട്ടെന്ന് വന്ന് പൊരുത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥ. ഇച്ചേച്ചിയെ ചായം മിന്നെ കിട്ടുമല്ലോ, അതുകൊണ്ട് ഇച്ചേച്ചി കിടക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? പെട്ടെന്ന് വാവ തന്നെ തുറച്ചു നോക്കിയപ്പോൾ ഏഞ്ചൽ മുഖം കുനിച്ച് കളഞ്ഞു. പറഞ്ഞു കഴിഞ്ഞാണ് വേണ്ടായിരുന്നു എന്ന് ഏഞ്ചൽ ചിന്തിച്ചത്. പിന്നെ പെട്ടെന്ന് അതിനുള്ള ന്യായവും വിവരിച്ചു. ഏഞ്ചലും വാവയും ഒരേ പ്രായമാണെങ്കിലും ഏഞ്ചലിന് കുട്ടിക്കളിയാണ്. വാവയുടേത് വളരെ പക്വത നിറഞ്ഞ സ്വഭാവവും.
മക്കളെ വാ, വന്ന് കഴിക്ക്. അന്നമ്മച്ചി നിറഞ്ഞ മനസ്സോടെ വിളിച്ചു. സ്വന്തം വീടായി തന്നെ കണ്ടാൽ മതി കേട്ടോ. പിന്നിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന വാവയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അന്നമ്മച്ചി പറഞ്ഞു. ഏഞ്ചൽ സെല്ലിനും ആദ്യം പോയിരുന്നു. ഏഞ്ചൽ തനിക്കരികിൽ 2 ചെയർ വലിച്ചിട്ട് വാവയെയും വേദുവിനെയും ക്ഷണിച്ചു. നേരെ മുന്നിൽ വന്നിരിക്കുന്ന എബിയെ മുഖമൊന്നുയർത്തി വാവ നോക്കി. ചിരിച്ചെങ്കിലും എബി മുഖം വെട്ടിച്ചു കളഞ്ഞു. വാവയുടെ ചുണ്ടിലെ ചിരി മാഞ്ഞു. അപ്പവും മുട്ടക്കറിയുമാണ്. അമ്മച്ചി തനിയെ വിളമ്പുന്നത് കണ്ടപ്പോൾ വൈകിയും ചേർന്നു. അപ്പച്ചനും അമ്മച്ചിയും പരസ്പരം നോക്കി ചിരിച്ചു. കേട്ടോ സെല്ലിനെ, ഭാവമോള് നല്ല കരാട്ടേക്കാരത്തിയാ. ഞാൻ കരാട്ടയൊന്നുമല്ല, ഈ അപ്പച്ചൻ വെറുതെ. പറഞ്ഞു കഴിഞ്ഞ് നാവൊന്ന് കടിച്ചു. തല ഉയർത്തി ചുറ്റുമൊന്ന് നോക്കി. എല്ലാവരുടെയും ചുണ്ടിലൊരു പുഞ്ചിരിയുണ്ട്. ഒരാളുടെ ചുണ്ടിലെ ചിരി മാത്രം താൻ നോക്കിയപ്പോൾ മാഞ്ഞു. എടി കാന്താരി, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അപ്പച്ചാന്ന് വിളിച്ചോണോന്ന്. ജഗ്ഗിൽ നിന്നും ഗ്ലാസ്സിലേക്ക് വെള്ളം പകർത്തിക്കൊണ്ട് അപ്പൻ വാവയെ കള്ള ദേഷ്യത്തിൽ നോക്കി. ഇനി പരിഗണിക്കാം? ഓ, മേഡത്തിൻ്റെ ഇഷ്ടം പോലെ പറഞ്ഞിട്ട് അപ്പൻ അവളെ നോക്കി ഒന്ന് ചിരിക്കുകയും ചെയ്തു. വാവയോടൊരു പ്രത്യേക ഇഷ്ടമാണ് അപ്പന്. തൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ മുതലാണ്. വല്യമ്മച്ചിക്ക്? വൈക അന്നമ്മച്ചിയോട് പതിയെ ചോദിച്ചു. അമ്മച്ചി കൊണ്ടുപോയി കൊടുത്തായിരുന്നു. മരുന്നൊക്കെ ഉള്ളതല്ലേ. ദേ, ഇത് അമ്മച്ചിയുടെ പൊന്നുമം കൊണ്ട് അവനും കൊടുത്ത് മോളും കഴിക്ക്. ചെല്ല്. അല്ല, ചെല്ല്, മോള് കൊടുത്ത് അവൻ കഴിക്കും. എനിക്ക് പേടിയാ അമ്മച്ചി. അന്നമ്മച്ചി നീട്ടിയ പ്ലേറ്റ് വാങ്ങാതെ പറയുന്നവൾ. എബി വൈകിയുടെ ഭാവവും പറച്ചിലും ഒക്കെ കേട്ട് ചുണ്ട് കൂട്ടിപ്പിടിച്ച് ചിരിച്ചു. എബി മാത്രമല്ല, അപ്പനും സെല്ലിനും. അമ്മച്ചിയുടെ കുഞ്ഞ് ചെല്ല്, മോളെ ഒന്നും പറയത്തില്ലെന്നേ. ഒരു പാത്രത്തിൽ മുട്ടക്കറി വിളമ്പി അപ്പത്തിന് മുകളിൽ വെച്ച് മറ്റൊരു പാത്രം കൊണ്ട് മൂടി. വൈക വാവയെ ഒന്ന് നോക്കി. തന്നെ മാത്രം നോക്കുന്നില്ല. അമ്മച്ചി വേദു നുള്ളിപ്പെറുക്കുന്ന കണ്ട് അവളുടെ പ്ലേറ്റ് കയ്യിലെടുത്തു. അടുത്തേക്കൊരു ചെയർ വലിച്ചിട്ടിരുന്നു. വാരി വാരി കഴിച്ചാലല്ലേ വയറ് നിറയൂ കുഞ്ഞെ. പറയുന്നതിനൊപ്പം അപ്പം കറിയിൽ മുക്കി അല്പം മുട്ടയും മുറിച്ച് അവളുടെ നേരെ നീട്ടി. വേദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അമ്മച്ചിയുടെ മക്കൾ എന്നാത്തിനാ കരയുന്നത്? എനിക്ക് അമ്മ ഇങ്ങനെ വാരി തന്നിട്ടില്ല. ചേച്ചിമാരാ വാരിത്തരുന്നത്. കുഞ്ഞിലെയൊക്കെ വിന്ദു അമ്മ. പറയാൻ വന്നപ്പോൾ വിച്ചുവിൻ്റെ കാര്യം ഓർത്ത് പെട്ടെന്ന് നിർത്തി വേദു. അയ്യേ, അതിനാണോ? ഇനിയൊന്നും വാരി തരാൻ ഇവിടെ അമ്മച്ചിയുണ്ടല്ലോ. ദേ, അപ്പച്ചനും ഉണ്ട്. മുട്ട പകുതി മുറിച്ച് അപ്പച്ചൻ വേദുവിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നത് നോക്കി വൈക തിരിഞ്ഞു നോക്കി. അവൾ പതിയെ മുകളിലേക്ക് കയറി. ഡോറിന് മുന്നിൽ അല്പനേരം നിന്നു. ചാരിയിട്ടിരുന്ന ഡോർ മെല്ലെ തുറന്ന് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയതേ കട്ടിലിൽ കമിഴ്ന്ന് കിടക്കുന്നത് കണ്ടു. ഒരു മുണ്ട് മാത്രമേ ധരിച്ചിട്ടുള്ളൂ. മുഖം മറുവശത്തേക്ക് ചെരിച്ചു വെച്ചിരിക്കുന്നു. ഭക്ഷണം ടേബിളിൽ വെച്ച് മെല്ലെ അരികിൽ ചെന്ന് വിളിച്ചു. അതെ, ഇനി വിളിച്ചാൽ വഴക്ക് പറയോ? പക്ഷെ ഒന്നും കഴിച്ചില്ലല്ലോ. അതെ. വൈകി അവൻ്റെ പുറത്ത് പതിയെ ഒന്ന് തട്ടി. അലക്സ് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് കട്ടിലിലേക്കിട്ടു. അവൻ്റെ പുറത്തേക്ക് മറിഞ്ഞു വീണുകൊണ്ടവൾ കട്ടിലിലേക്ക് വീണു. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലാകാതെ പകപ്പോടെ എഴുന്നേൽക്കാൻ തുടങ്ങുന്നതിന് മുന്നേ അവൻ്റെ കൈ അതേ കിടപ്പിൽ തന്നെ അവളെ ചുറ്റി വരിഞ്ഞിരുന്നു. അവൻ്റെ പാതി ശരീരം അവളുടെ മേലെയാണ്. കൈയെടുത്ത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അലക്സിനെ നോക്കുമ്പോൾ കണ്ണുകൾ അടച്ചു കിടക്കുവാണ്. ശ്വാസം മുട്ടിപ്പോയി അവൾക്ക്. അനുജത്തിമാരെ കണ്ടപ്പോൾ എന്നെ വേണ്ടേ? ഒരു കൈ പില്ലോയിൽ കുത്തി തല താങ്ങി പിടിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് അല്പം ചെരിഞ്ഞു കിടന്നു അലക്സ്. ഒരു കൈ ഇപ്പോഴും അവളുടെ വയറിനു മീതെയാണ്. വല്ലാത്തൊരു വിയർപ്പുമുട്ടൽ പോലെ തോന്നി അവൾക്ക്. പരിഭ്രമം നിറച്ച് അങ്ങനെ കിടന്നതല്ലാതെ മിഴികൾ ഉയർത്തിയതേയില്ല. ഞാൻ വന്നിട്ട് ഇത്രയും സമയമായിട്ടും ഇവിടെ വരെ വന്നില്ലല്ലോ. അലക്സിന് പരിഭവമാണ്. താഴെ അവരെ. കട്ടിലേക്ക് വീണപ്പോൾ കഴുത്തിൽ നിന്ന് സ്ഥാനം തെറ്റി മാറിയ ടോപ്പ് വലിച്ചിടാൻ അലക്സ് കൈനീട്ടി വന്നതേ അവൻ്റെ കയ്യിൽ പിടിച്ച് കണ്ണുകൾ മുറുക്കി അടച്ചു വൈക. ഞാനൊന്നും ചെയ്യില്ല, അവളുടെ കാതിൽ മെല്ലെ പറഞ്ഞുകൊണ്ട് തൻ്റെ കൈ വലിച്ചെടുത്ത് ടോപ്പ് നേരെയാക്കി. അലക്സിന് ചിരിയാണ്. തന്നെ പരിഭ്രമിച്ചു നോക്കുന്നവളെ തന്നെ ഒരു നിമിഷം നോക്കിക്കിടന്നു. ഇപ്പോൾ ഒന്നും ചെയ്യില്ല, പക്ഷെ ചെയ്യും, ഒരു താളത്തിൽ പറഞ്ഞുകൊണ്ടവൻ മലർന്നു കിടന്നു. വൈകിയുടെ മേൽചുണ്ടിൽ വിയർപ്പ് പൊടിഞ്ഞു. ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല വൈക. നീ കുറച്ചു നേരം ഇവിടെ കിടക്ക, ഞാൻ ഉറങ്ങിയിട്ട് പോയിക്കോ. കഴിക്കാൻ
വേണ്ട, നീ കഴിച്ചോ? തലചരിച്ചവളെ ഒന്ന് നോക്കി. എങ്കിൽ വാ, നമുക്ക് കഴിക്കാം. താൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ എഴുന്നേൽക്കുന്നവളെ കാണെ അലക്സിന് ചിരി പൊട്ടി. അനിയത്തിമാര് വന്നാൽ എന്നെ സ്നേഹിച്ചോളാം എന്നൊക്കെ പറഞ്ഞതാണേ. വൈകിയുടെ കൈ പിടിച്ച് ഓരോ വിരലും മടക്കിക്കൊണ്ട് കൊച്ചു കുഞ്ഞിനെ പോലെ ചോദിച്ചവൻ. ഇന്നു മുതൽ എന്നെ സ്നേഹിച്ചു തുടങ്ങുമല്ലേ? ഇന്നു മുതൽ എന്നെ സ്നേഹിച്ചു തുടങ്ങുമല്ലേന്ന് അല്ലേ? ഒന്നും മിണ്ടാതെ നിൽക്കുന്നവൾക്കരികിലേക്ക് എഴുന്നേറ്റ് വന്നുകൊണ്ട് ചോദിച്ചു. അല്ലേ? അവൾ മെല്ലെയൊന്നും മൂളി. എങ്കിലും ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. മുഖം അവൾക്കരികിലേക്ക് കുനിച്ച് കവിളിൽ തൊട്ടുകൊണ്ട് അലക്സ് പറഞ്ഞു. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. താങ്ക് യു.